ഒരു ബിസിനസ് പൊട്ടി എന്ന് പറയുന്നത് നമ്മൾ അവനെ കാണുന്നത് ഫെയിൽഡ് ബിസിനസ്സുകാരനാണ്. ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കണം ഒരു പാർട്ട്ണറായിട്ട് വർക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ പറയുന്നത് ഇത് വർക്ക് ചെയ്യില്ല, ഇദ്ദേഹത്തിൻ്റെ ഹാബിറ്റ് അനുസരിച്ച് നമ്മളായിട്ട് പോകാൻ ചാൻസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ വി നീഡ് ടു ബി മെച്യൂർഡ് ഇനഫ് ടു സ്റ്റോപ്പ് ദാറ്റ്. നമുക്കിത് ഒരു വഴിക്കും നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അത് പാർട്ട്നേഴ്സിൻ്റെ കുഴപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ഈസ് ഗുഡ് ടു സ്പ്ലിറ്റ്. ഇനി അതല്ല, ഈ ബിസിനസ്സേ റിലവൻ്റ് അല്ല, വളരാൻ ചാൻസ് ഇല്ല, അങ്ങനെയാണെങ്കിൽ ടേക്ക് എൻ എക്സിറ്റ്, ഈ പറയുന്ന സാധനം. അപ്പോൾ എക്സിറ്റ് ചെയ്യാന്നുള്ള ഡിസിഷനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഡിസിഷനാണ്. നമ്മുടെ ഒരു ഫാമിലിയുടെ എന്താണോ റിക്വയർമെൻറ്റ് അത് ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ട് അതിനുള്ള ഫണ്ട് മാറ്റി വയ്ക്കണം, എന്നിട്ടേ ബിസിനസ് തുടങ്ങാൻ പാടുള്ളൂ. ഞാൻ എല്ലാം വിറ്റിട്ട് ഞാൻ ബിസിനസ്സിൽ ഇറങ്ങാണെന്ന് അതൊന്നും പേഴ്സണൽ ഫിനാൻസിൽ നടക്കത്തില്ല. ഒട്ടും സക്സസ് ആവില്ല എന്ന് ഉറപ്പുള്ളൊരു ബിസിനസ് എന്ന് വിചാരിക്കുന്ന ഒരു ബിസിനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാൾക്കത് നേരാവണ്ണം നടത്താൻ പറ്റണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വെരി ഗുഡ്, റൈറ്റ്? പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ എൻ്റെ അടുത്തൊക്കെ ആൾക്കാരുണ്ടാവും, സൈക്കിളിനൊക്കെ നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് അവരോട് നമ്മൾ പറയുന്നത് 1 കിലോ പഞ്ചസാര വാങ്ങിക്കൊണ്ടാൻ പറഞ്ഞാൽ അവർ പോയിട്ട് പഞ്ചസാര വാങ്ങിക്കൊണ്ടുവരും. അതിൻ്റെ ഒരു മോഡേൺ വേർഷനാണ് ഇപ്പോഴത്തെ ഓൺലൈൻ പർച്ചേസിങ്. വില വ്യത്യാസമുണ്ട്. അതുപോലെ നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ് പ്രവാസികൾ ഇപ്പോൾ അവിടുന്ന് അല്ലെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞ് ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർക്ക് ഇവിടുത്തെ ഒരു മാർക്കറ്റ് രീതികൾ ഒന്നും അറിയാതെ തന്നെ. അപ്പോൾ എന്ന അഭിമാന പ്രശ്നം കൊണ്ട് പിന്നെയും കടം വാങ്ങി ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത്തരം രീതി തുടരുന്നത് നല്ലതാണ്. എപ്പോഴാണ് ഒരു ബിസിനസ് ഇതെനിക്ക് വർക്കാവില്ല എന്ന് മനസ്സിലാക്കി ഒരാൾ പിൻവാങ്ങേണ്ടത്? അല്ല, നമ്മൾ ആ കൃത്യമായിട്ട് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ഈ ബഡ്ജറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റില്ല എന്നുള്ളത്. ആ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആ ബഡ്ജറ്റ് ഉണ്ടാവണം എന്നുള്ളത്. ഇപ്പം ശരിക്കും എനിക്ക് പണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ്റെ ഒരു സ്പീച്ച് ഞാൻ കേട്ടിട്ടുണ്ട് റാൻഡംലി. ആൾ പറഞ്ഞത് നമുക്ക് എൻ്റെ എക്കോസിസ്റ്റം ബിൽഡ് ചെയ്തേക്കുന്നത് ഇത് ബിസിനസ് ചെയ്യാനും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എല്ലാ ബിസിനസ്സുകാരോടും എൻ്റെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞ കാര്യമാണ്, എങ്ങനെ നടക്കില്ല എന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു എക്കോസിസ്റ്റവും നിയമ സംവിധാനങ്ങളിലൂടെ ഉണ്ട്. യൂസ് ഇറ്റ് ആൻഡ് ക്ലോസ് ഇറ്റ് ആൻഡ് മൂവ് ഇറ്റ് ഓൺ സംതിങ് എൽസ്, മൂവ് ടു സംതിങ് എൽസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള കാര്യം. നമ്മുടെ ഇവിടെ പലപ്പോഴും ബിസിനസ്സുകാരെയൊക്കെ പറയൂലേ, ഒരു ബിസിനസ് പൊട്ടി എന്ന് പറയുന്നത് നമ്മൾ അവനെ കാണുന്നത് ഫെയിൽഡ് ബിസിനസ്സുകാരനാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഏതൊരു ഇൻവെസ്റ്ററും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണേക്കാളും മുന്നേ നമ്മൾ കാണുന്നത് ഇയാൾ ബിസിനസ് നടത്തിയിട്ട് പൊളിഞ്ഞ ആളാണ്. അപ്പോൾ ആ പൊളിഞ്ഞതിനെ പറ്റി നമ്മളൊന്ന് സ്റ്റഡി നടത്തണമെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് പൊളിഞ്ഞു, ആ പൊളിഞ്ഞതിൽ അദ്ദേഹത്തിൻ്റെ മിസ്മാനേജ്മെൻറ്റിൽ പൈസ ഹാൻഡിൽ ചെയ്യണം മോശമാണോ, പക്ഷേ അദ്ദേഹത്തിന് ബിസിനസ് എല്ലാം നല്ലതായിരുന്നു, പക്ഷേ വേറെ എന്തെങ്കിലും കാരണങ്ങളാണ് പൊളിഞ്ഞു പോയത്. അങ്ങനെ ദാറ്റ് മീൻസ് ഹി നോ ഹൗ ടു റൺ ദ ബിസിനസ്. അപ്പോൾ നമുക്ക് അവനെ കുറച്ചുകൂടി വിശ്വസിക്കാം. നമ്മൾ ശരിക്കും ഒരു പൊളിഞ്ഞു തുടങ്ങിയ അറ്റ്ലീസ്റ്റ് ആ പൊളിഞ്ഞ മെത്തഡെങ്കിലും അദ്ദേഹത്തിന് പിടിയിട്ടില്ലേ. അപ്പോൾ ആ മിസ്റ്റേക്ക് പുള്ളി ചെയ്യലില്ല. അപ്പോൾ ആളെ കൂട്ടിയിട്ട് വേറൊരു ബിസിനസ് പ്ലാൻ ചെയ്യാൻ വളരെ നല്ലതാണ്. കാരണം അപ്പോൾ അറ്റ്ലീസ്റ്റ് വൺ മിസ്റ്റേക്ക് ഹി വോണ്ട് ടേക്ക് ഇറ്റ്. ഈ പറഞ്ഞ നമ്മൾ മറ്റേ കഥ കേട്ടിട്ടില്ലേ, എൻസിൻ്റെ കഥ, ബൾബ് പിടിക്കാനായിട്ട് 10,000 മിസ്റ്റേക്ക് കണ്ടുപിടിക്കും. അപ്പോൾ പുള്ളി പറഞ്ഞ് 10,000 വഴിയിൽ ബൾബ് ഉണ്ടാവില്ല എനിക്ക് മനസ്സിലായി. അപ്പോൾ അതേമാതിരി ഈ വഴി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻ്റെ ബിസിനസ് പൊട്ടുന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. ഇപ്പോൾ പലപ്പോഴും എനിക്കിവിടെ ചില ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്തു, ക്രിപ്റ്റോയിലാണ് ഇൻവെസ്റ്റ് ചെയ്ത് പൈസ മൊത്തം പോയി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് ഇപ്പോൾ 12 ലക്ഷം 20 ലക്ഷം നഷ്ടമെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നാം. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് ആ 20 ലക്ഷം രൂപ പോയപ്പോൾ അദ്ദേഹത്തിന് ഒരു ലെസൺ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. അവർ പക്ഷെ മാനസികമായി തകരാനുള്ള ഒരു സാധ്യതയില്ല 20 ലക്ഷം. അപ്പോൾ ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ടെന്ന് വെച്ചാൽ ഒരു ട്യൂഷന് പോയി എന്ന് വിചാരിച്ചാൽ മതി, ഒരു ട്യൂഷൻ ഫീസായിട്ട്. കാരണം ഈ പറഞ്ഞ പണി പറ്റില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റിയ ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ശരിക്കും നമ്മളൊരു കമ്പനിയൊക്കെ വാല്യുവേറ്റ് ചെയ്യുന്ന ടൈമിൽ ആ കമ്പനി മോശം റണ്ണിങ് ഡിപ്പാർട്ട്മെൻറ്റുകൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ആ കമ്പനിയുടെ വാല്യുവേഷൻ കൂടിയുള്ളൂ. കാരണം വെച്ചാൽ ആ പരിപാടി തീർത്തല്ലോ. ഇപ്പോൾ നമ്മൾ മനുഷ്യ ശരീരത്തിലാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ പലപ്പോഴും നമുക്കൊക്കെ വളരെ മോശമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അത് മോശമായിട്ട്, പക്ഷേ ആ അസുഖം കണ്ടുപിടിക്കുകയും അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തൊട്ട് ഹെൽത്തിയാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ അസുഖം കണ്ടെത്താതെ ഇരിക്കുക, ചിലപ്പോൾ പുള്ളി മരിച്ചു പോയായിരുന്നു. അപ്പോൾ ഇത് തന്നെയാണ് ബിസിനസ്സിലുള്ളത്. നമ്മളത് കണ്ടെത്തിയിട്ട് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നാവും. ഞാൻ വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കട്ടെ, ഇങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞിപ്പം നമ്മൾ ലൈസൻസ് എടുക്കണം, മറ്റു കാര്യങ്ങളൊക്കെ എടുക്കണം, ഈ നൂലാമാലകളിലൊക്കെ കുടുങ്ങിപ്പോയിട്ട് ആളുകൾക്ക് അല്ലെങ്കിൽ പ്രവാസികൾക്ക് ബിസിനസ്സായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട്. അവർ മാനസികമായിട്ട് തകരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ മാനസിക തകർച്ചയിൽ നിന്ന് എങ്ങനെ കയറി വരാൻ വേണ്ടിയിട്ട് സാധിക്കും? അല്ല, ഇത് റിയാലിറ്റി മനസ്സിലാക്കാന്നുള്ളൂ ഇതിൽ ഏറ്റവും വലിയ കാര്യം. ഭയങ്കര സത്യസന്ധത. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ എന്നോടും ഇപ്പോൾ വർത്തമാനം പറയുമ്പോൾ കൃഷിനെ പറയുമ്പോഴും ഞാനൊരു ബിസിനസ് കൺസൾട്ടൻ്റ് അല്ല, ഞാനൊരു പേഴ്സണൽ ഫിനാൻസ് മാത്രം ചെയ്യുന്ന പറഞ്ഞത്. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇതിൽ പലപ്പോഴും നമുക്ക് പറ്റിപ്പോളൊരു വിഷയം വെച്ചാൽ യു നീഡ് എ CA.
അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഈ ബിസിനസ് ഒക്കെ എങ്ങനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നത്. CEO ഒരിക്കലും ഫിനാൻഷ്യൽ പ്ലാനർ അല്ല. ഓക്കെ. ഇത് പലപ്പോഴും പറ്റിപ്പോണ കാര്യം വെച്ചാൽ മിക്ക ആൾക്കാരും വിചാരം CEO ആണ് ഫിനാൻഷ്യൽ പ്ലാനർ. അതെ അതെ, നമ്മള് പണം വന്നാൽ അപ്പൊ CEO ആണ് വിചാരിക്കുക. ഒരിക്കലും CEO അല്ല. കാരണം അത് CA-കാരോടും ചോദിക്കണം, നിങ്ങൾക്ക് എൻ്റെ ഒരു വെൽത്ത് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റുമെന്ന് വെച്ചാൽ ഒരു നല്ല CA ആണെന്നുണ്ടെങ്കിൽ ഹി വിൽ ടേക്ക് ദ അഗ്രിമെൻറ്റ്. ഇപ്പോൾ എന്നോട് വന്ന് ചോദിക്കണം ആ ബിസിനസ് ചെയ്യാനായിട്ട് കമ്പനി വേണോ പാർട്ട്ണർഷിപ്പ് വേണോ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അത് ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഈ പറഞ്ഞത് നമ്മുടെ എല്ലാവരും ഇപ്പോൾ ഫിനാൻസ് ഫീൽഡിലൊക്കെ ഏറ്റവും ഇപ്പോൾ ചിലൊരു ബാങ്കറാണ് എല്ലാം. ഞാൻ അപ്പോൾ നമ്മുടെ എല്ലാ ഫിനാൻസ് തന്നെ ശരിക്കും പറഞ്ഞാൽ പല വിധത്തിലുണ്ട്. അക്കൗണ്ടിങ് ചെയ്യണവർക്ക് അക്കൗണ്ടിങ് അറിയുള്ളൂ, ബാങ്കിങ് ചെയ്യണവർക്ക് ബാങ്കിങ് ചെയ്യാൻ അറിയുള്ളൂ, CA-കാർക്ക് CA ചെയ്യാൻ അറിയുള്ളൂ. അപ്പോൾ വെൽത്ത് മാനേജ്മെൻറ്റിന് വെൽത്ത് ചെയ്യാറുണ്ട്. അപ്പോൾ സ്റ്റോക്ക് ബ്രോക്കർ ചെയ്യുന്ന കാര്യം സ്റ്റോക്ക് പിക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ജോലിയല്ല ഫിനാൻഷ്യൽ പ്ലാനിങ്. അപ്പോൾ അതിന് ഫിനാൻഷ്യൽ പ്ലാനിങ് കൂടുമ്പോഴാണ് ഇപ്പോൾ ഞങ്ങളെ പോലത്തെ ഉള്ളവർക്ക് അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഓഫീസിൽ വന്ന് പെന്നിൻ്റെ അക്കൗണ്ട് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഒരാൾ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് ഫിനാൻഷ്യൽ പ്ലാനിങ് ഒന്നും ചെയ്യില്ല. അത് അദ്ദേഹം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു, ഇഷ്ടം പോലെ ചെയ്യുന്നു, അത് ആളുടെ ഉത്തരവാദിത്തമാണ് അത് ചെയ്യാന്നുള്ളത്. പക്ഷേ ആൾ പറഞ്ഞാൽ എനിക്ക് പെന്നിൽ അക്കൗണ്ട് ഉണ്ട്, എൻ്റെ ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യണം, അങ്ങനെയാണെങ്കിൽ വി വിൽ ഇൻ്റർഫിയർ, അതർവൈസ് വി ഡോണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ചെയ്യണ ക്ലയൻസിൽ തന്നെ ചിലപ്പോൾ അവർ വന്ന് ചെയ്യണ ഉദ്ദേശങ്ങൾ വേറെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ആവശ്യമില്ല ചെയ്യണം. അപ്പം ഇതിലും നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ വെച്ചാൽ നമ്മൾ മാനസിക നിലയിൽ വരുന്ന കാര്യം വെച്ചാൽ നമുക്കൊരു ഷോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമല്ലേ. ഇപ്പം ഇത് സത്യം പറഞ്ഞാൽ ഒരു കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആയിരിക്കുന്ന ടൈമിൽ ഡിവോഴ്സ് ആവണേക്കാളും മുന്നേ ശരിക്കും പറഞ്ഞാൽ അവർ ഭയങ്കര മാനസിക ടെൻഷനായിരിക്കും. അപ്പോൾ ചില ഫാമിലിയിലൊക്കെ അഭിമാനത്തിൻ്റെ പേരിൽ പറയും ഒന്ന് പിടിച്ചു നിൽക്കുക, ഒന്ന് സഹിച്ച് നിൽക്കുക എന്നൊക്കെ പറഞ്ഞൊരു കേസുണ്ട്. ആ ടൈമിൽ ആ കുട്ടി അനുഭവിക്കുന്ന ഒരു മാനസിക പ്രശ്നമുണ്ട്. പക്ഷേ ആ ടൈമിൽ അദ്ദേഹത്തിന് ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ ഒരിക്കലും ഞാൻ സപ്പോർട്ടീവ് അല്ല കേട്ടോ ഈ പറഞ്ഞ സാധനം പറയുന്നതിൽ. പക്ഷേ അതിൽ തന്നെ ബിസിനസ് പാർട്ട്ണറായിട്ട് പോലെ ലൈഫ് പാർട്ട്ണറായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുന്നോട്ട് പോകാൻ പറ്റുമോ. ഇവൻ അങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. അങ്ങോട്ട് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ഞാൻ ഫാമിലി സെഷനിലേക്ക് കിടക്കണില്ല, എനിക്കറിയത്തില്ല അത് പറയാനായിട്ട്. പക്ഷേ ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കണം ഒരു പാർട്ട്ണറായിട്ട് വർക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ പറയണത് ഇത് വർക്ക് ചെയ്യില്ല, ഇദ്ദേഹത്തിൻ്റെ ഹാബിറ്റ് അനുസരിച്ച് നമ്മളായിട്ട് പോകാൻ ചാൻസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ വി നീഡ് ടു ബി മെച്യൂർഡ് ഇനഫ് ടു സ്റ്റോപ്പ് ദാറ്റ്. ഈ പറഞ്ഞ ഇവൻ നഷ്ടം വന്നു കഴിഞ്ഞാലും കംപ്ലീറ്റ് എക്സിറ്റ് ഫ്രം ദാറ്റ്. പിന്നെ ഫ്യൂച്ചർ നഷ്ടം ഉണ്ടാവുന്നത് ഒഴിവാക്കാമല്ലോ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഫ്യൂച്ചർ നഷ്ടം ഇപ്പം നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ഫാമിലി റിലേഷൻഷിപ്പിലും പോലെ തന്നെ ബിസിനസ് റിലേഷൻഷിപ്പിലും വരുന്ന സമയത്ത് നമുക്കിത് ഒരു വഴിക്കും നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അത് പാർട്ട്നേഴ്സിൻ്റെ കുഴപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ഈസ് ഗുഡ് ടു സ്പ്ലിറ്റ്. ഇനി അതല്ല ഈ ബിസിനസ്സേ റിലവൻ്റ് അല്ല, വളരാൻ ചാൻസ് ഇല്ല, അങ്ങനെയാണെങ്കിൽ ടേക്ക് എൻ എക്സിറ്റ് ഈ പറഞ്ഞ സാധനം. അപ്പോൾ എക്സിറ്റ് ചെയ്യാന്നുള്ള ഡിസിഷനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഡിസിഷനാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അറ്റ്ലീസ്റ്റ് ആ പൈസ പിന്നെയും പമ്പ് ചെയ്യണ പ്രശ്നം അവിടെ നിൽക്കുന്നില്ലല്ലോ. പോയി പിന്നെ പമ്പ് ചെയ്യണ്ട. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റോപ്പ് ലോസ് വേണം, ഇത്ര വരെ ഞാനത് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളത്. അപ്പോൾ ആ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അതിനേക്കാളും കൂട്ടി പോകത്തില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒന്നാണ് ഗ്രൂപ്പായിട്ട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതി. കുറച്ചധികം പേര് ഗ്രൂപ്പായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതി. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഇതിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഇപ്പം ഞാനൊരു ഗ്രൂപ്പിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ടീമിനൊപ്പം ചേർന്ന് ഒരു പണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ ഞാനൊരു ഫിനാൻഷ്യൽ പ്ലാനറുടെ ഹെൽപ്പ് എടുക്കേണ്ടതുണ്ട്. ഇപ്പം പെൻഡാഡ് പോലുള്ള സ്ഥാപനങ്ങൾ വന്ന് സംസാരിച്ച് അതെങ്ങനെ ചെയ്യണം, എങ്ങനെ അത് ടാക്കിൾ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അത് അവർക്ക് മെച്യൂരിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ ആവശ്യമൊന്നുമില്ല ഈ സാധനം ചെയ്യാനായിട്ട്. അവർക്ക് ആവശ്യമില്ലെങ്കിൽ വേണ്ട. ഇപ്പോൾ നമ്മളിപ്പോൾ ഗ്രൂപ്പായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ക്രിസ്റ്റീനും ഫ്രണ്ട്സും കൂടി വിചാരിക്കണം ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, അപ്പോൾ അതിൽ എന്താണ് നിങ്ങളുടെ ലീഗൽ സ്ട്രക്ചർ ഈ പറഞ്ഞത്? ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ. അപ്പോൾ ഇതിനും അങ്ങനെയൊന്നും തോന്നിയ പോലെ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടൊരു എക്സിറ്റ് കിട്ടത്തുള്ളൂ. അപ്പൊ അതില് കുറെ കാര്യങ്ങളുണ്ട് എന്താണ് നടക്കണമെന്നുള്ളത്. അപ്പം ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ലൈഫ് സ്റ്റൈൽ ബിസിനസ്സോ അല്ലെങ്കിൽ ബ്രാൻഡോ ഇതൊന്നും നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടതുണ്ടോ? പക്ഷെ എന്ത് ബിസിനസ്സുള്ള നമുക്ക് കൃത്യമായിട്ട് അറിയണമല്ലോ. അല്ലാണ്ട് ഈവൻ ബിസിനസ് തുടങ്ങിയാൽ ആ ബിസിനസ് എങ്ങനെ റൺ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയണമല്ലോ.
ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ വാട്ട് യു വാണ്ട് എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്താലല്ലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ കാണുന്ന ഒന്നാണ്, ഇപ്പം കാലങ്ങളോളം പ്രവാസികൾ അവിടെ നിൽക്കുന്നു, അവരവിടെ നിന്ന് ജോലി നിർത്തി ഇവിടെ വരുന്നു. ഇവിടെ വന്നു കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഒരാൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ കുടുംബത്തെ ബാധിക്കാതെ എങ്ങനെ ഒരു സാമ്പത്തിക പ്ലാനിങ് നടത്തിക്കൊണ്ടൊരു ബിസിനസ് നടത്താൻ വേണ്ടി? അതാണ് ഇപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഒരു ഫാമിലിയുടെ എന്താണോ റിക്വയർമെൻറ്റ് അത് ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ട് അതിനുള്ള ഫണ്ട് മാറ്റി വയ്ക്കണം, എന്നിട്ടേ ബിസിനസ് തുടങ്ങാൻ പാടുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ഒന്നാമത്തെ കാര്യം ഫാമിലി മെമ്പേഴ്സിനെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ എന്താണ് പരിപാടി എന്നുള്ളത്. അത് അപ്പോൾ ഫാമിലി മെമ്പേഴ്സിന് ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ റെഗുലേറ്റഡ് ആയിട്ട് സേഫ് ആയിട്ടടുത്ത് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് വേണം അപ്പുറത്തേക്ക് പോയിട്ട് ഒരിക്കലും എന്താ പറയുക, നമ്മൾ പറയില്ല ഞാൻ എല്ലാം വിറ്റിട്ട് ഞാൻ ബിസിനസ്സിൽ ഇറങ്ങാണെന്ന്. അതൊന്നും പേഴ്സണൽ ഫിനാൻസിൽ നടക്കത്തില്ല. നമുക്ക് എപ്പോഴും അതിന് ബാക്കപ്പ് ഉണ്ടായിരിക്കണം. ഒരെണ്ണം പൊട്ടിക്കഴിഞ്ഞാൽ അടുത്തെന്ത് എന്നുള്ളതിനെ പറ്റി നോക്കിയിട്ട് വേണം സാധനം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു പ്രവാസി സാറിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് ഞാനൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്, അങ്ങനെയാണെങ്കിൽ സാറ് കൊടുക്കാൻ പോകുന്ന സജഷൻസ്, നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരിക്കും? ബിസിനസ് കൊടുക്കാൻ പറ്റുന്ന സത്യം പറഞ്ഞ ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ ഒരു സജഷൻ കൊടുക്കത്തില്ല, ഒന്നും കൊടുക്കില്ല. എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നുള്ള ഡെഫിനറ്റ്ലി നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടാവും. പേഴ്സണൽ കാര്യത്തിന് എത്ര രൂപ പൈസ വേണം, അതൊക്കെ മാറ്റി വെച്ചിട്ട് അതെവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, അതെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പം എന്നോടും ഓഫീസിൽ പലരും വന്നിട്ട് ചോദിക്കാറുണ്ട് ഏത് ബിസിനസ്സാണ് നല്ലതെന്നുള്ളത്. എനിക്ക് അറിയുമെങ്കിൽ പോലും ഞാൻ പറയില്ല, കാരണം ഐ എം നോട്ട് ദ വൺ ടു ടെൽ. ഇപ്പോൾ ഈ പറഞ്ഞ ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ അപ്പോൾ പക്ഷേ ഇവർ പറഞ്ഞ ഇന്ന പ്ലാനാണ്, ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെ റിട്ടേൺ വരാൻ പറ്റും, അതൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ട് ആളുടെ ലൈഫിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആ ഫണ്ട് ഫ്ലോയിൽ നമുക്ക് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എന്നോട് പറഞ്ഞു ഒട്ടും സക്സസ് ആവില്ല എന്ന് ഉറപ്പുള്ളൊരു ബിസിനസ് എന്ന് വിചാരിക്കുന്ന ഒരു ബിസിനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാൾക്കത് നേരാവണ്ണം നടത്താൻ പറ്റണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വെരി ഗുഡ്, റൈറ്റ്? ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്കറിയാം, നമ്മളിപ്പോൾ നേരത്തെ സൂപ്പർ മാർക്കറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പലചരക്കട നമ്മുടെ വീടിൻ്റെ മുന്നിൽ തുടങ്ങി കഴിഞ്ഞാൽ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട്, എത്രമാത്രം സക്സസ് ആക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, അല്ലേ? ഇപ്പോൾ ഭയങ്കര കോമ്പറ്റീഷനും ഇതെല്ലാവരും ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആമസോണിൻ്റെ ബിസിനസ് ഏതല്ലേ, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ ബിസിനസ് ഏതല്ലേ? ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഫ്ലിപ്കാർട്ടൊക്കെ തുടങ്ങുമ്പോൾ എനിക്കൊരു ബുക്ക് വിൽക്കൽ മാത്രം ഇരുന്ന അവരുടെ പരിപാടി. ബുക്ക് മാത്രം വിറ്റിരുന്ന ബുക്ക് വിൽക്കാനാണ് അവർ മൊത്തം ചെയ്തത്. ആമസോൺ അങ്ങനെ തുടങ്ങിയത്, അതിൻ്റെ തനി ഫ്ലിപ്കാർട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അവരിവിടെ എത്തി ഈ പറഞ്ഞ സാധനം പറയുന്നതിൽ. അപ്പോൾ അതോടൊപ്പം എത്രയോ ഇങ്ങനത്തെ ബുക്ക് വിൽക്കണ കമ്പനികൾ തുടങ്ങി, എത്രമാത്രം പൊട്ടിപ്പോയി. അപ്പോൾ നമ്മൾ ആരെങ്കിലുമാണ് ഇത് പറയാനായിട്ട്, ഇത് മോശമാണെന്ന് പറയാനായിട്ട്. അപ്പോൾ എത്ര മോശം ബിസിനസ് ആണെങ്കിലും ദേ ബിൽഡ് ഇങ്ങനത്തെ വഴിയിൽ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ എൻ്റെ അടുത്തൊക്കെ ആൾക്കാരുണ്ടാവും, സൈക്കിളിനൊക്കെ നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് അവരോട് നമ്മൾ പറയുന്നത് 1 കിലോ പഞ്ചസാര വാങ്ങിക്കൊണ്ടാൻ പറഞ്ഞാൽ അവർ പോയിട്ട് പഞ്ചസാര വാങ്ങിക്കൊണ്ടുവരും. അതിൻ്റെ ഒരു മോഡേൺ വേർഷനാണ് ഇപ്പോഴത്തെ ഓൺലൈൻ പർച്ചേസിങ്. വില വ്യത്യാസമുണ്ടോ? ഈവൻ നമ്മളിപ്പോൾ ഈ കാലത്തൊക്കെ ഒരു 6 മണി ടൈമിലൊക്കെ പല ടൗണുകളിലും പോയി കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അവരെ ഇപ്പോൾ കലൂർ ബസ് സ്റ്റാൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവരെ പോയിട്ട് വീട്ടിൽ കൽപ്പണിക്കുക വിലയിലൊക്കെ നമുക്ക് വിളിച്ചുകൊണ്ടുവരാൻ പറ്റും. അതിപ്പോഴും നമ്മൾ അത് കോൺട്രാക്ട് എംപ്ലോയീസ് അവിടെ നിൽക്കണം, എനിക്ക് അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് അതിൻ്റെ രീതി എന്നുള്ളത്. അപ്പോൾ അവരവിടെ നിൽക്കും, എന്നിട്ട് അവരെ ജോലിക്ക് ആൾക്കാരെ കിട്ടും. ഇപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനത്തെ ആപ്പൊക്കെ ബിൽഡ് ചെയ്തിട്ട് ആപ്പ് ബിസിനസ് ബിൽഡ് ചെയ്തതിൻ്റെ പണി തോന്നുന്നു ഇത്ര ആൾക്കാരെ സപ്ലൈ ചെയ്യല്ലേ. അപ്പോൾ അത് ഭയങ്കര ഈവൻ നമ്മുടെ സിറ്റുവേഷൻ നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്, അത്യാവശ്യം ഒരു വിവരമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കാം, അല്ലേ? അപ്പോൾ നമ്മൾ പറയണം ട്യൂഷൻ എടുത്ത് കൊടുക്കണം എന്ന് പറയുന്നത്. ഇത് തന്നെ നിങ്ങൾ പറഞ്ഞാൽ ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ എന്നിട്ട് ഞാൻ മാത്സിനെ പറ്റിയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഇടാം. ആ ടൈമിൽ കുറേ ആൾക്കാർ നമ്മളെടുത്ത് മാത്സ് ടീച്ച് പഠിപ്പിക്കുക, മാത്സിനെ എന്നെ പഠിപ്പിക്കുക എന്നിട്ട് ആൾക്കാർ ചോദിക്കും. ആ ടൈമിൽ നമ്മൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വരെ പഠിപ്പിക്കാൻ പറ്റും? അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സൂം എടുത്തിട്ട് നമുക്ക് ഞാൻ ഈ ടൈമിൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ കൊടുക്കുക. ദാറ്റ് ഈസ് എ ബിസിനസ് മോഡൽ, അല്ലേ? ഇനി അടുത്ത മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഞാൻ ഇങ്ങനത്തെ ടീച്ചിങ് പഠിപ്പിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് പേരെ ഞാൻ കോൺട്രാക്റ്റായിട്ട് എംപ്ലോയ് ചെയ്യും. എന്നിട്ട് ഞാനൊരു 100 ടീച്ചേഴ്സിനെ ഞാൻ ഹയർ ചെയ്യും. എന്നിട്ട് ഞാനൊരു 1 ലക്ഷം പിള്ളേർക്ക് പഠിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ബിസിനസ് മോഡൽ, അല്ലേ? അതൊരു വലിയ ബിസിനസ് മോഡലേ. അത്രയും വേണ്ട. അപ്പോൾ ഇതൊക്കെ പറയാൻ ഈസിയാണ്, പക്ഷേ അതിൽ ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കൊണ്ട് സക്സസ് ആക്കാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമോ ഇത് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതാണ് ഈ പറഞ്ഞത്. അപ്പോൾ ആ ബിസിനസ് ഞാൻ ആകെ പറഞ്ഞ കാര്യത്തിൽ ഈ ബിസിനസ് ചെയ്യാൻ എത്ര രൂപ നിങ്ങൾ ഇറക്കും, എത്ര രൂപ കിട്ടും, ആ കാശ് കിട്ടിയിട്ട് നിങ്ങൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും, ബിസിനസ് ചെയ്ത് കിട്ടുന്ന കാശ് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, അത് ബിസിനസ് ഏത് നീട്ടിക്കഴിഞ്ഞാലും ഈ പറഞ്ഞ ബേസിക് പ്ലാനോടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം.
ഓക്കെ. എല്ലാത്തിനും ഒരു ഫോർമുല അല്ല, അതിന് പല പല ഫോർമുലാസ് ആണ്. ഞാനത് ഹൈഡ് ചെയ്യണതല്ല, അതിന് ആ ഒരു ആൾക്കാരോട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ. ഇപ്പൊ ഞാൻ 1 ലക്ഷം രൂപ കൊണ്ട് സാറിന്റെ അടുത്ത് ബിസിനസ് ചെയ്തിട്ട് എനിക്കൊരു ലാഭം കിട്ടി വന്നിട്ടുണ്ടെങ്കിൽ സാർ എന്നോട് ഏതിനകത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും? FD ആണോ അതോ? അല്ല, നീ അതാണ് ഞാൻ ചോദിക്കണ കാര്യം വെച്ചാൽ ഈ ബിസിനസ്സിൽ നിന്ന് വേറെ റിസർവ് പോലെ ഉണ്ടാ? അതൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ബിസിനസ് റിസർവ് എന്ന് പറയുകയാണെങ്കിൽ ആ പൈസ സേവിങ്സ് അക്കൗണ്ടിൽ ഇട്ട് വയ്ക്കാന്നുള്ളൂ അതിൻ്റെ ആൻസർ കൊടുത്തത്. ഇപ്പോൾ പറഞ്ഞ് എൻ്റെ അടുത്ത് ഒരു 6 മാസത്തേക്കുള്ള ശമ്പളം കൊടുക്കാനുള്ള പൈസ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഇൻവെസ്റ്റ്. ഇനി എൻ്റെ അടുത്ത് 2 മാസത്തേക്കുള്ള പൈസ കൊടുക്കാനുള്ള കാശിട്ട് അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഇൻവെസ്റ്റ് ഇൻ FD. അത് പലതും പല രീതികളല്ലേ, അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചല്ലേ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഞാനിപ്പോൾ നമ്മൾ ലൈഫ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ മനസ്സിലാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പറയും, ഇപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി സിമ്പിൾ തിങ്. ഏത് യൂട്യൂബ് വീഡിയോ നോക്കി കഴിഞ്ഞാലും കറക്റ്റായിട്ട് നമുക്ക് നോക്കാൻ പറ്റും. പക്ഷേ അതിൽ പലപ്പോഴും ഇപ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും വെയിറ്റ് എത്രയെന്ന് പറയാനുണ്ടാവില്ല. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച്, അതാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാം വീഡിയോസിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ. ഇത് കണ്ടിട്ട് നമ്മളത് വീട്ടിലുണ്ടാക്കാൻ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ടേസ്റ്റ് കിട്ടും. നമുക്ക് വിചാരിക്കണത് കാണുന്ന ഭംഗി കിട്ടുന്നതായിരിക്കും, പക്ഷേ ഇറ്റ് വോണ്ട് ബി ഈക്വലൻ്റ് അറ്റ് ഓൾ. ഇത് ശരിക്കും പറഞ്ഞാൽ എത്ര വെയിറ്റ് ഇടാന്നുള്ള അറിയണം. ഇനി രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഏതൊക്കെ ടൈമിൽ മസാലാസ് ഇടും നമുക്കറിയണം. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ബിരിയാണി ആവുള്ളൂ. ഇതൊന്നും നോക്കാതെയാണ് നമ്മൾ ഈ പറയുന്നത്. അതിന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ചട്ടിയുടെ ചൂട് എത്രയെന്ന് അറിയണം. ഇതെല്ലാവരും കറക്റ്റാക്കിയാലേ സാധനം കറക്റ്റ് ആവത്തുള്ളൂ. ഇത് വേഗ എക്സാമ്പിളാണ്. അപ്പം ഇതിൻ്റെ കറക്റ്റായിട്ട് അങ്ങേരുടെ ഒരു ആവശ്യം മനസ്സിലാക്കി കഴിഞ്ഞാലല്ലേ നമുക്ക് ഇത് സാധനം കൃത്യമായിട്ട് ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ഓണസ്റ്റ് കോൺവെർസേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. താങ്ക് യു സാർ, ഇത്രയും സമയം നമ്മളോടൊപ്പം വരുന്നതിന്, പ്രവാസികൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതും എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു തന്നതിന് താങ്ക് യു സോ മച്ച്.